കണ്ണൂർ രൂപത മെത്രാൻ മോസ്റ്റർ ഡോക്ടർ അലക്സ് വടക്കുന്നില പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവേ, ഇങ്ങനെയാണ് ഈ ഒരു വർഷകാല സമ്മേളനത്തെ അങ്ങ് കാണുന്നത്? എത്ര പ്രാധാന്യമുണ്ട്? നടക്കുന്ന ചർച്ചകളൊക്കെ എത്രത്തിലായിരിക്കും? KCBCയുടെ ഈ വർഷകാല സമ്മേളനം ജൂൺ മാസം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മാറിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ സഭയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷം LDF കേരളം ഭരിച്ചു. തീർച്ചയായിട്ടും സഭയുമായിട്ട് പലപ്പോഴും വളരെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഉണ്ടായത്. കാര്യം ശരി, ചില പ്രത്യേക വിഷയങ്ങളെപ്പറ്റി, വിദ്യാഭ്യാസമാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ടാവുമല്ലോ. കാരണം ഭരിക്കുന്ന സർക്കാരിന് അവരുടേതായ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകും. പക്ഷേ സഭയ്ക്കെപ്പോഴും ഒരു പ്രത്യേക ദർശനമുണ്ട്. കാരണം ഒരു വിധത്തിലും ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരു സഹനവും ഉണ്ടാൻ പാടില്ല. സഭയോടൊപ്പം, മനുഷ്യരോടൊപ്പം സഭ എപ്പോഴും നിലകൊള്ളുകയും വേണം. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറിയ സാഹചര്യത്തിലും ആശങ്കകളുണ്ട്. ഉദാഹരണമായി തീരദേശത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടും സഹനവും തുടരുന്നു. വീണ്ടും മഴക്കാലം വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ വാർഷിക സമ്മേളനം, ഈ ഒരു ചർച്ച സ്വാഭാവികമായിട്ട് വരും. വഖഫ് വിഷയം, കാരണം മുനമ്പം, പള്ളിപ്പുറം, വൈപ്പിൻ മേഖലയിലെ ആ മനുഷ്യരുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. കാര്യം ശരി, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര എളുപ്പമല്ലല്ലോ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തം വരുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുക. എത്രയും വേഗം അതും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ ഒരു ഞാൻ KCBCയുടെ ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ്. കുറച്ച് നാളായിട്ട് നമ്മുടെ ആരോഗ്യരംഗം യഥാർത്ഥത്തിൽ സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്, ശുശ്രൂഷ രംഗമാണ്. ഒരു വികസനവുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും സഭയുടെ സാന്നിധ്യം വിദ്യാഭ്യാസ രംഗത്തും പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്തും രോഗി ശുശ്രൂഷയിലുമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ഉരുണ്ടുകൂടുന്ന ആ കാർമേഘങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയാണ്. അങ്ങനെയുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഫലദായകമായ ഒരു ചർച്ചയും തീരുമാനവും എടുക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു അനുകൂല സാഹചര്യം വീണ്ടും വന്നിരിക്കുന്നു. സർക്കാരുമായി കുറച്ചുകൂടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഡയലോഗും ഡിസ്കഷനും അങ്ങനെ ഫലദായകമായ തീരുമാനവും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. വ്യക്തിപരമായിട്ട് എനിക്ക് അഡ്വക്കേറ്റ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിൽ സന്തോഷം. കാരണം കുറേയും കൂടെ ഒരു ചർച്ചയ്ക്കും സൗഹാർദ്ദപരമായിട്ടുള്ള ഇരുന്ന് പങ്കുവയ്ക്കലിനുമൊക്കെ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് വി ഡി സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു അഭിമാനം കൂടിയുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയതിൽ. നമുക്ക് ഏറെ പ്രതീക്ഷയോടുകൂടെ ഒരു ആശാവഹമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് സഭയും കേരള സമൂഹവും പ്രവേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയോടുകൂടിയാണ് ഈ മീറ്റിംഗ് കാണുന്നത്. JB ഘോഷി കമ്മീഷൻ റിപ്പോർട്ട് കുറേ നാളുകളായിട്ട് അത് പുറത്തു വന്നിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അത് പുറത്തു വന്നു. നടപ്പാക്കേണ്ടത് ഇനിയിപ്പോൾ വി ഡി സതീശൻ സർക്കാരാണ്. എങ്ങനെയാണ് സഭ അതിനുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഈ കുറച്ച് ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഈ കാലയളവിൽ സഭയ്ക്ക്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനില്ല. കാരണം വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ചില സമൂഹങ്ങൾ കേരള ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിലുണ്ട്. തീരദേശത്തും പിന്നെ അതേപോലെ തന്നെ വനമേഖലകളിലും തോട്ടം തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ളത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ജനാവലി ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ. മറ്റു സമുദായങ്ങളെയും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ ആനുപാതികമായിട്ടുള്ള പരിഗണന കേരളത്തിലെ എല്ലാ ജനസമൂഹത്തിനും ഉണ്ടാകണം. അത് പ്രധാനപ്പെട്ടതാണ്. ഒരു സമൂഹത്തെയും ഒരു വിഭാഗത്തെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നമുക്ക് കരണീയമല്ല. പ്രത്യുത എല്ലാവരുടെയും നന്മ, എല്ലാവരുടെയും വളർച്ച, പുരോഗതി, അതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം.